Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. Cos h, prove that cos h squared x by 2 is equal to half of cos hx plus 1. ഇത് പ്രൂവ് ചെയ്യാനാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ സൈഡിൽ നിന്ന് RHS നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഹാഫ് ഓഫ് cos hx plus 1. അപ്പോൾ ഹാഫിൻ്റെ 2 ഇവിടെ എഴുതിയിട്ടുണ്ട്. cos hxൻ്റെ ഡെഫിനേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പ്ലസ് 1 ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ഒരു ഡിവൈഡ് ബൈ 2 ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ 2 LC ആയിട്ട് എടുക്കുക. ന്യൂമറേറ്ററിൽ ഈ 2 LC ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ e റേസ് ടു എക്സ് പ്ലസ് e റേസ് ടു മൈനസ് എക്സ് പ്ലസ് 2 ഹോൾ ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. ഇവിടെ ഒരു ഹോൾ ഡിവൈഡ് ബൈ 2ഉം വരും, പിന്നെ ഒരു 2ഉം കൂടി വരും LC എടുത്തു കഴിഞ്ഞ ശേഷം കേട്ടോ. അപ്പോൾ അതിന് നമുക്ക് 1/4 ഇൻറ്റു e റേസ് ടു എക്സ് പ്ലസ് e റേസ് ടു മൈനസ് എക്സ് പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, ഈ 2ൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ e റേസ് ടു എക്സ് ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് ചേർക്കാം. 2ൻ്റെ കൂടെ വേണമെങ്കിൽ e റേസ് ടു എക്സ് ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് ചേർക്കാം. ചേർത്തൂടെ? എന്ന് വെച്ചാൽ അത് 1 തന്നെയല്ലേ. e റേസ് ടു എക്സ് ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് 1 തന്നെയാണ് അല്ലേ. അപ്പോൾ ഇവിടെ വേണമെങ്കിൽ നമുക്ക് e റേസ് ടു എക്സ് ഇൻറ്റു e റേസ് ടു എക്സ് ചേർക്കണ്ട. e റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് ബൈ 2 ചേർത്താൽ മതി. കാരണം ഇത് ഹോൾ സ്ക്വയറിന്റെ ഫോമിലല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഈ e റേസ് ടു എക്സിനെ നമുക്ക് e റേസ് ടു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതിക്കൂടെ. അപ്പം ഇങ്ങനെ എഴുതിയാൽ മതി. ഈ സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ എഴുതുക. ഇങ്ങനെയാണ് എഴുതേണ്ടത്. 1/4 ഇൻറ്റു e റേസ് ടു എക്സിനെ നമുക്ക് e റേസ് ടു എക്സ് ബൈ 2, നമുക്കിത് ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ഫോർമുലയാണ് ഇപ്പുറത്ത് വേണ്ടത്. എക്സ് ബൈ 2ലുള്ളൊരു ഫോർമുലയാണ് ഇപ്പുറത്ത് വേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറ്റി എഴുതാൻ പറയുന്നത്. അപ്പം ഇതിനെ നമുക്ക് 1/4 ഇൻറ്റു e റേസ് ടു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് e റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് 2 ടൈംസ് e റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് ബൈ 2 അങ്ങനെ എഴുതിക്കൂടെ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ e റേസ് ടു എക്സിന് നമുക്ക് e റേസ് ടു എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. e റേസ് ടു മൈനസ് എക്സിന് നമുക്ക് e റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. 2 ഇൻറ്റു ഇവിടെ 1 ഉണ്ടെന്ന് വിചാരിക്കുക. ആ 1നെ നമുക്ക് e റേസ് ടു എക്സ് ബൈ 2 ഇൻറ്റു e റേസ് ടു മൈനസ് എക്സ് ബൈ 2 എന്ന് എഴുതിയാലും അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് അവിടെ 1 തന്നെയായിട്ട് നിൽക്കും. അപ്പം നമുക്ക് ഈ ഒരു ഫോമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിനെ ഇങ്ങനെ മാറ്റി എഴുതാം. പറഞ്ഞത് മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ നിങ്ങൾ എഴുതാട്ടെ. ഞാൻ ഈ പറഞ്ഞ കണക്കിന് ഒരു സ്റ്റെപ്പും കൂടെ ഇവിടെ എഴുതുക. അപ്പോൾ അതിനെ നമുക്ക് ടോട്ടൽ എടുക്കുമ്പോൾ e റേസ് ടു എക്സ് ബൈ 2 പ്ലസ് e റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ 2, ഈ 4ൽ നിന്ന് ഒരു 2 കൂടെ എടുത്തിട്ട് മൊത്തം ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റി. ശരിക്കും ഈ ബ്രാക്കറ്റിലുള്ളത് e റേസ് ടു എക്സ് ബൈ 2 പ്ലസ് e റേസ് ടു മൈനസ് എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. പിന്നെ ഈ 2വിനെയും കൂടി ഉള്ളിലേക്ക് പരിഗണിച്ചിട്ട് മൊത്തത്തിൽ അത് ഹോൾ സ്ക്വയർ ആക്കി എഴുതി. ഓക്കെ ആണല്ലോ. അപ്പോൾ നോക്കിയേ, ഇതെന്താ? ഇത് cos hx ബൈ 2ന്റെ ഡെഫിനേഷനാ. എക്സിന്റെ പ്ലേസിൽ എക്സ് ബൈ 2 വന്നേക്കണം. അപ്പോൾ cos hx ബൈ 2 ഹോൾ സ്ക്വയർ ആണ്. അതിനെ നമുക്ക് cos h സ്ക്വയേർഡ് എക്സ് ബൈ 2 എന്നും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇവിടെ റൂട്ട് എടുക്കുകയാണെങ്കിൽ cos hx ബൈ 2 ഈക്വൽ ടു റൂട്ട് ഓഫ് cos hx പ്ലസ് 1 ബൈ 2 എന്ന് എഴുതാം കേട്ടോ. തിരിച്ച് പറയുകയാണെങ്കിൽ, റൂട്ട് എടുത്തിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ അതൊരു ഐഡൻറ്റിറ്റിയാണ്. അതൊന്ന് പഠിച്ചു വെച്ചോളൂ, എളുപ്പമാണല്ലോ. അടുത്തത്, ഗിവൺ സൈൻ hx ഈക്വൽ ടു മൈനസ് 3/4. ഫൈൻഡ് ദ അതർ 5 ഹൈപ്പർബോളിക് ഫങ്ഷൻസ്. ഒരെണ്ണം തന്നിട്ടുണ്ട്, ബാക്കി 5 എണ്ണം കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ സാധാരണ ട്രിഗണോമെട്രിക്കിലും ഇങ്ങനത്തെ പ്രോബ്ലംസ് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അതെന്താ, ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാവുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് cos h സ്ക്വയേർഡ് എക്സ് മൈനസ് സൈൻ h സ്ക്വയേർഡ് എക്സ് ഈക്വൽ ടു 1 എന്നുള്ളത്. അപ്പോൾ അതിൽ സൈൻ hxന്റെ വാല്യൂ സൈൻ h സ്ക്വയേർഡ് എക്സിന്റെ പ്ലേസിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ cos hx ഈക്വൽ ടു 5/4 എന്ന് കിട്ടും, റൂട്ടൊക്കെ എടുത്ത് വരുമ്പോൾ. അതൊക്കെയാണല്ലോ. ഇനി tan hx കിട്ടാനായിട്ട് സൈൻ hx ബൈ cos hx ചെയ്താൽ മതി. cot hx കിട്ടാനായിട്ട് 1/tan hx ചെയ്താൽ മതി. സീക്ക് കിട്ടാനായിട്ട് 1/cos hx ചെയ്താൽ മതി. കൊസീക്ക് കിട്ടാനായിട്ട് 1/sin hx ചെയ്താൽ മതി. എളുപ്പമല്ലേ? ഓക്കെ, അടുത്തത്, show that cos hx plus sin hx the whole raised to n is equal to cos hnx plus sin hnx where n is any integer. ഈ റിസൾട്ട് ട്രിഗണോമെട്രിയിലും നമുക്കുണ്ട്. അപ്പോൾ ഹൈപ്പർബോളിക്കിലും ഉണ്ട്. അതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് cos hx plus sin hx ഈക്വൽ ടു e റേസ് ടു എക്സ് ആണ് എന്നുള്ളത്. ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്തൊരു പ്രോബ്ലം ആണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ മതി, ഇത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ cos hx പ്ലസ് sin hx ദ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞാൽ e റേസ് ടു nx ആണ് അല്ലേ. ഇനി
ഓൾസോ ബൈ റിപ്ലേസിങ് nx ഇൻ പ്ലേസ് ഓഫ് എക്സ് ഇൻ ഇക്വേഷൻ നമ്പർ 4. അപ്പോൾ ഈ ഇതിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ, അപ്പോൾ ഇതെവിടെ ഇരിക്കട്ടെ, ഇനി ഇതിൽ എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയൊക്കെ nx എന്ന് റീപ്ലേസ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? cos h nx പ്ലസ് sin h nx ഈക്വൽ ടു e റേസ് ടു nx എന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 6ഉം കൂടെ നോക്കിയേ, രണ്ടിൻ്റെയും RHS സെയിം ആണ്. അപ്പോൾ LHS ഇക്വേറ്റ് ചെയ്തൂടെ? അപ്പോൾ cos hx പ്ലസ് sin hx ദ ഹോൾ റേസ് ടു n ഇസ് ഈക്വൽ ടു cos h nx പ്ലസ് sin h nx എന്ന് കിട്ടും. ശരിയല്ലേ? എളുപ്പമാണ്. അപ്പോൾ അതങ്ങനെ. അടുത്തത് ഇതിലെ പ്രോബ്ലംസ് എല്ലാം എളുപ്പമാണ് കേട്ടോ. റൈറ്റ് sin h 2ln x in terms of exponentials and simplify as much as you can. sin h 2ln x നമുക്ക് e raise to 2xന്റെ പ്ലേസിൽ 2ln x ആണെന്ന് മാത്രം ഡെഫിനേഷൻ അപ്ലൈ ചെയ്യുക. ഡെഫിനേഷൻ അപ്ലൈ ചെയ്താൽ നമുക്കതിനെ e raise to 2ln x മൈനസ് e raise to മൈനസ് 2ln x by 2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, ഇതിനെ നമുക്ക് വീണ്ടും ലോഗരിതത്തിന്റെ റൂൾ അപ്ലൈ ചെയ്താൽ e raise to ln x സ്ക്വയർ മൈനസ് e raise to ln മൈനസ് x raise to മൈനസ് 2 എന്ന് എഴുതാം ഈ ഇതിനെ. ഓക്കെ, ലോഗരിതത്തിന്റെ റൂളാണ് അപ്ലൈ ചെയ്തത്. ബൈ 2 എന്ന് എഴുതാം. ഇനി ഇയും ലോഗരിതവും നിങ്ങൾക്കറിയാം ഒന്നിന്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടി ഇപ്പോൾ ഡിഫറൻഷിയേഷനും ഇൻ്റഗ്രേഷനും കൂടെ ഒരുമിച്ച് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞ പോലെയാണ് എക്സ്പോണൻഷ്യലും ലോഗരിതം. ഒന്നിന്റെ റിവേഴ്സ് ആണ്. അപ്പോൾ അത് ഒരു ഫംഗ്ഷനും ഒരു വാരിയബിളും ആ രണ്ട് ഫംഗ്ഷനും കൂടി ആക്ട് ചെയ്താൽ രണ്ടും കൂടി പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഒന്നും ഇല്ലാണ്ടായി മാറും, ഐഡന്റിറ്റി ഫംഗ്ഷനായിട്ട് മാറും അത്. അപ്പോൾ ഇയും എല്ലനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവേഴ്സ് ആയതുകൊണ്ട് ഇവർ തമ്മിൽ ആക്ട് ചെയ്യുമ്പോൾ അത് ഐഡന്റിറ്റി ഫംഗ്ഷനായി മാറും. അത് രണ്ട് ഫംഗ്ഷൻസ് അവിടെ ഇല്ലാണ്ടാവും. ഏതാണോ വാരിയബിൾ അത് മാത്രം ലാസ്റ്റ് ചെയ്യും. അപ്പോൾ എക്സ് സ്ക്വയർ ആയിരിക്കും ഇവിടെ ബാക്കി ഉണ്ടാവുക. ഇവിടെ എക്സ് റേസ് ടു മൈനസ് 2 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. എക്സ് റേസ് ടു മൈനസ് 2നെയാണ് നമ്മൾ 1/x സ്ക്വയറിന് എഴുതിയിരിക്കുന്നത്. ബൈ 2. ഇവിടെ ഇനി LC എടുക്കുക. LC എടുത്ത് വരുമ്പോൾ എക്സ് റേസ് ടു 4 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2x സ്ക്വയറിന് കിട്ടും. ഓക്കെ, ഈ ഡെറിവേറ്റീവ്സ് ഓഫ് ഹൈപ്പർബോളിക് ഫംഗ്ഷൻസ് ആണ്. സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് കോസിന്റെ ഡെറിവേറ്റീവ് സൈൻ എച്ച് എക്സ്. ഇതൊക്കെ ട്രിഗണോമെട്രിക്കുമായിട്ട് ഒരു വ്യത്യാസമാണ്. സാധാരണ ഇവിടെ ട്രിഗണോമെട്രിക്കിൽ മൈനസ് സൈൻ ആണ് വരാറ്, ഇവിടെ മൈനസ് ഇല്ല, പ്ലസ് സൈൻ എച്ച് എക്സ് തന്നെയാണ് കേട്ടോ. ശ്രദ്ധിക്കുക വ്യത്യാസങ്ങൾ. ടാൻ എച്ച് എക്സിന്റെ സീക്ക് എച്ച് സ്ക്വയേർഡ് എക്സ്, കോട്ടിന്റെ മൈനസ് സീക്ക് എച്ച് സ്ക്വയേർഡ് എക്സ്, സീക്ക് എച്ച് എക്സിന്റെ മൈനസ് സീക്ക് എച്ച് എക്സ് ടാൻ എച്ച് എക്സ്. ഇവിടെ ഒരു മൈനസ് എക്സ്ട്രാ വരുന്നുണ്ട്. ഓക്കെ, സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നതിന് പകരമാണ് കേട്ടോ ഈ എച്ചിന്റെ മേലെ സ്ക്വയർ എഴുതുന്നത്. ഇപ്പോൾ സീക്ക് എച്ച് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ സീക്ക് എച്ച് സ്ക്വയേർഡ് എക്സ് ആണ്. അപ്പോൾ ഒരിക്കലും എക്സിന്റെ മുകളിൽ സ്ക്വയർ ഇടരുത്, എച്ചിന്റെ മുകളിൽ. ഹൈപ്പർബോളിക്കിന്റെ സ്ക്വയർ എന്ന് കാണിക്കാനായിട്ട് എച്ചിന്റെ മുകളിൽ വേണം നമ്മൾ സ്ക്വയർ ഇടാനായിട്ട്. ചില ആൾക്കാർ തെറ്റി എക്സിന്റെ മുകളിൽ സ്ക്വയർ ഇടാറുണ്ട്, അല്ലെങ്കിൽ സീക്കിന്റെ മുകളിൽ സ്ക്വയർ ഇടാറുണ്ട്. ആ ഹോൾ സ്ക്വയർ ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ സീക്ക് എച്ച് എക്സ് ഇൻറ്റു സീക്ക് എച്ച് എക്സ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ആ സ്ക്വയർ എഴുതുമ്പോൾ എപ്പോഴും എച്ചിന്റെ മുകളിലാണ് സ്ക്വയർ എഴുതുക കേട്ടോ. മുമ്പൊക്കെ അത് വന്നിരുന്നു, ഞാനതപ്പോൾ പറയാൻ വിട്ടുപോയതാണ്, ഇപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അതൊന്ന് ശ്രദ്ധിക്കണേ. എച്ചിന്റെ ഹൈപ്പർബോളിക്കിന്റെ സ്ക്വയർ, ഹൈപ്പർബോളിക് ഫംഗ്ഷന്റെ സ്ക്വയർ എന്ന് കാണിക്കാനായിട്ട് എച്ചിന്റെ മുകളിലാണ് നമ്മൾ സ്ക്വയർ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ കൊസീക്ക് എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് ബൈ ഹാർട്ട് ചെയ്യാണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫോർമുല ആയതുകൊണ്ടാണ് എളുപ്പത്തിൽ വായിച്ചു പോണത്. എല്ലാം ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. മൈനസ് കൊസീക്ക് എച്ച് എക്സ് കോട്ട് എച്ച് എക്സ് ആണ് വരുന്നത്. ഇനി ഡെറിവേറ്റീവ് വെരിഫൈ ചെയ്യുന്ന പ്രൂഫുകളാണ് ഈ വരുന്നത്. നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ ഇ റേസ് ടു എക്സ് തന്നെയാണെന്നറിയാം. അതുപോലെ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ് വരിക. കാരണം ആദ്യം ഇ റേസ് ടു മൈനസ് എക്സ് വരും, പിന്നെ മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇൻറ്റു -1 വരുമ്പോൾ മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് വരും. അപ്പോൾ ആദ്യം സൈൻ എച്ച് എക്സിന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് നോക്കി നോക്കാം. ഇങ്ങനെ ഡി ബൈ ഡി എക്സ് എടുക്കുമ്പോൾ അത് 1/2 ഔട്ട് സൈഡ് എടുത്തിട്ട് ഓരോന്നിൻ്റെ ഡി ബൈ ഡി എക്സ് എടുക്കും. അപ്പോൾ നമുക്ക് ഇതാണ് കിട്ടുക, വിച്ച് ഈസ് കോസ് എച്ച് എക്സ്. അതുപോലെ കോസ് എച്ച് എക്സിൻ്റെ നമുക്ക് ഈ രീതിയിൽ ഡെറിവേറ്റീവ്സ് എടുക്കാം. സൈൻ എച്ച് എക്സ് കിട്ടും. എളുപ്പമല്ലേ? ടാൻ എച്ച് എക്സിൻ്റെ എടുക്കുമ്പോൾ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. കോഷ്യൻ റൂളൊക്കെ അപ്ലൈ ചെയ്ത് ഡെറിവേറ്റീവ് ഒക്കെ കണ്ട് എഴുതി വരുമ്പോൾ cos h squared x minus sin h squared x 1/by cos h squared x. അപ്പോൾ 1/cos h squared x വരും. sec h squared x കിട്ടും. വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവാവുന്ന പ്രോബ്ലംസ് ആണ് കേട്ടോ, എളുപ്പമാണ്. അതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ആ ഇക്വേഷൻസ് എല്ലാം ബൈ ഹാർട്ട് ചെയ്യാം. അടുത്തത് ഒരു പ്രോബ്ലം ആണ്. ഫൈൻഡ് dy by dx where y is equal to x sin hx minus cos hx.
അപ്പോൾ dy by dx ഈക്വൽ ടു നമുക്കറിയാം d by dx ഓഫ് എക്സ് സൈൻ എച്ച് എക്സ് മൈനസ് കോസ് എച്ച് എക്സ് വൈയുടെ പ്ലേസിൽ. ഇതിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം. ഡെറിവേറ്റീവിൻ്റെ പ്രൊഡക്റ്റ് റൂളും കോഷ്യൻ റൂളും അതുപോലെ സം റൂളും ഡിഫറൻസ് റൂളും ഒക്കെ ട്രിഗണോമെട്രിയുടെ പോലെ തന്നെ കേട്ടോ. അപ്പോൾ ആദ്യം ഇതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്ത് വരും? d by dx ഓഫ് എക്സ് സൈൻ എച്ച് എക്സ് മൈനസ് d by dx ഓഫ് കോസ് എച്ച് എക്സ്. അപ്പോൾ ആദ്യം ഇവിടെ നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ എക്സ് ഇൻറ്റു d by dx ഓഫ് സൈൻ എച്ച് എക്സ് പ്ലസ് d by dx ഓഫ് എക്സ് ഇൻറ്റു സൈൻ എച്ച് എക്സ് മൈനസ് d by dx ഓഫ് കോസ് എച്ച് എക്സ് പറയുമ്പോൾ സൈൻ എച്ച് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ഇൻറ്റു കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് എക്സ് ഇത് 1 ആയി പോയി. ബാക്കി സൈൻ എച്ച് എക്സ് മൈനസ് സൈൻ എച്ച് എക്സ്. അപ്പോൾ എക്സ് കോസ് എച്ച് എക്സ് എന്ന് കിട്ടും. ഫോർമുലാസ് പഠിച്ചിരുന്നുണ്ടെങ്കിൽ മറ്റേത് ചെയ്യുന്ന പോലെ തന്നെ എളുപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഇനി ഫോർമുല ഫോർ ഡെറിവേറ്റീവ്സ് ചെയിൻ റൂളാണ് വരുന്നത്. d by dx ഓഫ് സൈൻ എച്ച് യു. u is a function in x ആണ് എങ്കിൽ, if u is a function in x then ചെയിൻ റൂൾസ് ആണ് വരുന്നത്. d by dx ഓഫ് സൈൻ എച്ച് യു എന്ന് പറഞ്ഞാൽ കോസ് എച്ച് യു പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ് du by dx കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. d by dx ഓഫ് കോസ് എച്ച് യു എന്ന് പറഞ്ഞാൽ സൈൻ എച്ച് യു പിന്നെ യുവിൻ്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ബാക്കി എല്ലാതും അങ്ങനെ തന്നെ. ആ യുവിൻ്റെ ഡെറിവേറ്റീവ് യു ഈസ് എ ഫംഗ്ഷൻ ഇൻ എക്സ് എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വേറൊരെണ്ണത്തിൻ്റെ ഫംഗ്ഷൻ ആണ് എങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവും കൂടി അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. അതല്ലേ നമ്മൾ ചെയിൻ റൂളായിട്ട് പറയാറ്. ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് യു ആൻഡ് യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി ഡബ്ല്യു ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ്. ഇതാണ് ചെയിൻ റൂള്. അത് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. സെയിം തന്നെ ട്രിഗണോമെട്രിയിൽ പറയുന്ന പോലെ തന്നെയാണ് ഹൈപ്പർബോളിക്കിലും വരുന്നത്. അപ്പം അത് പഠിച്ചു വയ്ക്കുക നന്നായിട്ട്. അടുത്തത് പ്രോബ്ലംസ് ആണ്. ഡിഫറൻഷിയേറ്റ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ നോക്കാം. സൈൻ എച്ച് 3x പ്ലസ് എക്സ് ക്യൂബ്. അപ്പോൾ നോക്കിയേ, സൈൻ എച്ച് ഇത് ഇറ്റ്സ് എ ഫംഗ്ഷൻ ഇൻ എക്സ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ചെയിൻ റൂൾ പറഞ്ഞ കണക്കിന് ഇതിന് യു എന്ന് കൊടുക്കാം. പുട്ട് യു ഈക്വൽ ടു 3x പ്ലസ് എക്സ് ക്യൂബ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അത് ഡി ബൈ ഡി യു ഓഫ് സൈൻ എച്ച് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണ്. ഡി ബൈ ഡി യു ഓഫ് സൈൻ എച്ച് യു എന്ന് പറഞ്ഞാൽ കോസ് എച്ച് യു ആണ്. ഡി യു ബൈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. അപ്പോൾ 3 പ്ലസ് 3x സ്ക്വയർ ആണ്. അപ്പോൾ ചെയിൻ റൂളിൽ ഫോർമുലയിൽ അപ്ലൈ ചെയ്താൽ ദിസ് ഈസ് കോസ് എച്ച് യുവിൻ്റെ പ്ലേസിൽ എക്സിന് കംപ്ലീറ്റ് എക്സാ പാടുള്ളൂ കേട്ടോ. അപ്പോൾ യുവിൻ്റെ പ്ലേസിൽ 3x പ്ലസ് 3x ക്യൂബ് കൊടുക്കുക. ഡി യു ബൈ ഡി എക്സിൻ്റെ പ്ലേസിൽ 3 പ്ലസ് 3x സ്ക്വയർ കൊടുക്കുക. അതിന് 3 ഔട്ട് സൈഡ് എടുത്തിട്ടുണ്ടെന്ന് മാത്രം. അതങ്ങനെ ചെയ്യാം. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഇൻവേഴ്സ് ടാൻ എച്ച് എക്സ് ആണ്. അപ്പോൾ അതെന്ത് വരും ഫോർമുല? ഇപ്പോൾ ടാൻ എച്ച് എക്സിന് ഇവിടെ എക്സിൻ്റെ പ്ലേസിൽ ടാൻ എച്ച് എക്സ് ആണ്. അപ്പോൾ ടാൻ എച്ച് എക്സിന് എന്ത് കൊടുക്കുക? യു കൊടുക്കുക. അപ്പോൾ എന്ത് വരും? ഡി ബൈ ഡി യു ഓഫ് കോസ് ഇൻവേഴ്സ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് വരും. അപ്പോൾ ഡി ബൈ ഡി ഓഫ് കോസ് ഇൻവേഴ്സ് യു നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. ഇത് ജസ്റ്റ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഇത് ഹൈപ്പർബോളിക് ഫംഗ്ഷൻ ഒന്നല്ല. കോസ് ഇൻവേഴ്സ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ ആണ്. അതിൻ്റെ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ? അതിൻ്റെ ഇൻവേഴ്സൊക്കെ നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് -1/√(1 - ആണ്. ഓർമ്മയില്ലാത്തവർ ആ ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കാം. ഇടയ്ക്ക് ഒരു ട്രിഗണോമെട്രിക്കും കയറി വരും ചിലപ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നുവെച്ചാൽ അത് -1/1 - tan h² x ആണ്. ദാറ്റ് ഈസ് ഇത് sec² x വരും. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ -1/sec(x) അല്ലേ? ഇനി ഡി യു ബൈ ഡി എക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ sec² x ആണ് വരിക. അപ്പോൾ ഇത് ഡെഫിനീഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -1/sec(x) ഇൻറ്റു sec² x ദാറ്റ് ഈസ് -sec(x) എന്ന് വരും. ഓക്കെ. ലാസ്റ്റ് പ്രോബ്ലം ഡി ബൈ ഡി എക്സ് ഓഫ് 3x ബൈ കോസ് എച്ച് എക്സ് പ്ലസ് സൈൻ എച്ച് 3x. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും? കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ന്യൂമറേറ്റർ 3xൻ്റെ ഡെറിവേറ്റീവ് 3 മൈനസ് ന്യൂമറേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ദ ഡിനോമിനേറ്റർ എന്ത് വരും? കോസ് എച്ച് എക്സിൻ്റെ സൈൻ എച്ച് എക്സ് വരും. സൈൻ എച്ച് 3xൻ്റെ കോസ് എച്ച് 3xും വരും. ഇൻറ്റു ഒരു 3യും വരും. അതോടെ എഴുതിയിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ഓക്കെ. അപ്പം അങ്ങനത്തെ കോഷ്യൻ റൂള്, പ്രൊഡക്റ്റ് റൂള് കാര്യങ്ങളൊക്കെ സെയിം ആസ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. പിന്നെ ഇടയിൽ ചിലപ്പോൾ ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ കയറി വരാം. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ കണ്ടുപിടിക്കണം. കാരണം നമ്മളത് ഓൾറെഡി പഠിച്ചതാണ്. പിന്നെ ഈ ചെയിൻ റൂൾ യൂസ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ചെയ്യേണ്ട പ്രോബ്ലം ആണെങ്കിൽ ആ രീതിയിലും
ചെയ്യാം. ഓക്കെ,